5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ യൂണിറ്റായ വൻകരകളും സമുദ്രങ്ങളും കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാഠത്തിലെ ഏഷ്യ, ആഫ്രിക്ക എന്നീ വൻകരകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇന്ന് നമുക്ക് വടക്കേ അമേരിക്ക അഥവാ നോർത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക അഥവാ സൗത്ത് അമേരിക്ക എന്നീ വൻകരകളെക്കുറിച്ച് പഠിക്കാം. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കൂട്ടുകാർ ഈ ചിത്രം നോക്കൂ. വടക്കേ അമേരിക്ക അഥവാ നോർത്ത് അമേരിക്കയുടെ ഒരു ചിത്രമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. അടുത്ത ചിത്രം നോക്കൂ. വടക്കേ അമേരിക്ക അഥവാ നോർത്ത് അമേരിക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാകും. അറ്റ്ലാന്റിക് ഓഷ്യനും പസഫിക് ഓഷ്യനും ഇടയിലായിട്ടാണ് വടക്കേ അമേരിക്ക അഥവാ നോർത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്ക എന്ന വൻകരയുടെ പ്രധാന പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷ്യൻ ആൻഡ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണ്. ഇറ്റ് സ്റ്റാൻഡ്സ് 3rd ഇൻ സൈസ്. അലാസ്ക പർവ്വതനിരയിലെ മാക് കിൻലിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. മൗണ്ട് മാക്കിൻലി ഇൻ ദ അലാസ്ക മൗണ്ടൻ റേഞ്ച് ഈസ് ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ നോർത്ത് അമേരിക്ക. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടെയുണ്ട്. The 5 Great Lakes, which together hold 21% of the world's available fresh water, are located here. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇനിയൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടത്തെ പ്രത്യേകതയാണ്. The Inuits or Eskimos living in snow-covered regions are a special feature of this continent. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. The climate and soil are suitable for agriculture. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. It is the world's largest producer of wheat. കൂട്ടുകാർ ഈ ചിത്രത്തിൽ കാണുന്നത് അമേരിക്കയിലെ ഒരു വലിയ ഗോതമ്പ് പാടമാണ്. കൂട്ടുകാർ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. വടക്കേ അമേരിക്കയിലെ ഇനിയൂട്ട് വംശജരുടെ അഥവാ എസ്കിമോകളുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. തൊട്ടടുത്തായി കാണുന്നത് അവരുടെ വീടിന്റെ ചിത്രമാണ്. നമ്മുടെയൊക്കെ വീടുകൾ പോലെയാണോ അത്? അല്ല അല്ലേ. മഞ്ഞുകൊണ്ടുണ്ടാക്കിയ വീടുകളാണ് എസ്കിമോകൾക്കുള്ളത്. മഞ്ഞുകൊണ്ട് വീടുകൾ. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ഇനിയൂട്ടുകൾ അഥവാ എസ്കിമോകൾ തണുപ്പുകാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഐസ് ഹോംസ്. ദ ഇനിയൂട്ട്സ് ഓർ എസ്കിമോസ് ലിവിംഗ് ഇൻ ദ ഫ്രോസൺ റീജിയൻസ് ഓഫ് ദ നോർത്ത് പോൾ മേക്ക് ടെമ്പററി ഹൗസസ് വിത്ത് ബ്ലോക്സ് ഓഫ് ice. These are known as igloos. വടക്കേ അമേരിക്കയുടെ സവിശേഷതകൾ പറഞ്ഞപ്പോൾ ഇവിടെ 5 മഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ 5 മഹാതടാകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഞ്ചമഹാതടാകങ്ങൾ. വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒണ്ടാരിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. The 5 Great Lakes. The lakes Superior, Michigan, Huron, Erie, Ontario, located in Canada and the United States of America, are collectively known as the 5 Great Lakes of North America. ഇനി നമുക്ക് ഒരു പ്രവർത്തനം നോക്കാം. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും എടുത്തെഴുതുക. അലാസ്ക, ഇനിയൂട്ടുകൾ, പഞ്ചമഹാതടാകങ്ങൾ, മഞ്ഞുകൊണ്ടുള്ള താൽക്കാലിക വീടുകൾ എന്നിവയാണ് എ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്.
ഇഗ്ലു, മക്കിൻലി, മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, മിഷിഗൺ എന്നിവയാണ് ബി കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവ ചേരുംപടി ചേർത്തെഴുതണം. ആദ്യത്തേത് അലാസ്ക. വടക്കേ അമേരിക്കയിലെ വലിയ പർവ്വതനിരയാണ് അലാസ്ക. അലാസ്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലേ? ഏതാണ് ആ കൊടുമുടി? അതെ, മക്കിൻലിയാണ് അലാസ്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്തത് ഇനിയൂട്ടുകൾ. ഇനിയൂട്ടുകൾ ആരാണ്? അതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതെ, മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയാണ് ഇനിയൂട്ടുകൾ അഥവാ എസ്കിമോകൾ എന്ന് പറയുന്നത്. അടുത്തത് പഞ്ചമഹാതടാകങ്ങൾ. പഞ്ചമഹാതടാകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ബി കോളത്തിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് പഞ്ചമഹാതടാകങ്ങളിലുള്ള ഒരെണ്ണം? അതെ, മിഷിഗൺ ആണ് പഞ്ചമഹാതടാകങ്ങളിലുള്ള ഒരു തടാകം. അടുത്തത് മഞ്ഞുകൊണ്ടുള്ള താൽക്കാലിക വീടുകൾ. ഇനിയൂട്ടുകൾ അഥവാ എസ്കിമോകൾ മഞ്ഞുകൊണ്ടുള്ള താൽക്കാലിക വീടുകളിൽ താമസിക്കാറുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ആ വീടുകൾക്ക് എന്താണ് പറയുന്നത്? ശരിയാണ്, ഇഗ്ലു എന്നാണ് മഞ്ഞുകൊണ്ടുള്ള താൽക്കാലിക വീടുകൾക്ക് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ്: അലാസ്ക, മക്കിൻലി. ഇന്യൂട്സ്, people living in the frozen region. The 5 Great Lakes, Michigan. Temporary houses with blocks of ice, igloo. ഇനി നമുക്ക് തെക്കേ അമേരിക്ക അഥവാ സൗത്ത് അമേരിക്ക എന്ന വൻകരയെക്കുറിച്ച് പഠിക്കാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് തെക്കേ അമേരിക്ക അഥവാ സൗത്ത് അമേരിക്ക. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. തെക്കേ അമേരിക്ക അഥവാ സൗത്ത് അമേരിക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഈ ചിത്രത്തിൽ നിന്നും കൃത്യമായി മനസ്സിലാകും. പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും ഇടയിലായിട്ടാണ് സൗത്ത് അമേരിക്ക അഥവാ തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് തെക്കേ അമേരിക്ക അഥവാ സൗത്ത് അമേരിക്ക എന്ന വൻകരയുടെ പ്രധാന പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ നോക്കാം. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. It is located between the Pacific Ocean and the Atlantic Ocean. വലുപ്പത്തിൽ നാലാമത്. It stands fourth in size. മൗണ്ട് അക്കോങ്കുവയാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. മൗണ്ട് അക്കോങ്കുവ is the highest peak in South America. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. റിവർ ആമസോൺ വിത്ത് ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് ഫ്രഷ് വാട്ടർ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെന്റ്. ആമസോൺ നദിയുടെ ചിത്രമാണ് കൂട്ടുകാർ മുകളിൽ കാണുന്നത്. തെക്കേ അമേരിക്കയുടെ വടക്കുഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. ദ ഡെൻസ് ഫോറസ്റ്റ് of the Amazon River basin situated to the north of South America are rich in diverse plant and animal life. ആമസോൺ വനത്തിന്റെ കുറെ ഭാഗങ്ങൾ കത്തി നശിച്ച വാർത്തയൊക്കെ കൂട്ടുകാർ പത്രത്തിൽ വായിച്ചു കാണും അല്ലേ? കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. കാറ്റിൽ റിയറിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. ചിത്രത്തിൽ കാണുന്ന മത്സ്യം ഏതാണെന്ന് അറിയാമോ? നദിയിൽ ഇറങ്ങല്ലേ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. പിരാന ഈസ് എ ടൈപ്പ് ഓഫ് ഫിഷ് ഫൗണ്ട് ഇൻ ദി റിവർ ആമസോൺ. They have extremely sharp teeth with which they ferociously attack other fishes and animals and finish them off within seconds. നമുക്ക് എല്ലാവർക്കും മരച്ചീനി ഇഷ്ടമാണ് അല്ലേ? എന്നാൽ ഈ മരച്ചീനി നാടനല്ല. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്.
ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ടാപ്പിയോക്ക ഈസ് എ ഫോറിനർ. Tapioca, the favorite food of Keralites, originated in South America. Many of our agricultural crops have come from South America. ഇനി മറ്റൊരു പ്രവർത്തനം ചെയ്യാം. തെക്കേ അമേരിക്കയുടെ സവിശേഷതകൾ വിവരിക്കുക. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയുടെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അത് വെച്ച് നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കിയാലോ? തെക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് തെക്കേ അമേരിക്ക. വലിപ്പത്തിൽ 4ാം സ്ഥാനത്തുള്ള വൻകരയാണ് തെക്കേ അമേരിക്ക. മൗണ്ട് അക്കോങ്കുവയാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ടുപോകുന്ന ആമസോൺ നദി തെക്കേ അമേരിക്കയിലാണ്. ആമസോൺ നദീതടങ്ങളിലുള്ള നിബിഡ വനങ്ങളിൽ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന അക്രമകാരിയായ മത്സ്യമാണ് പിരാന. കന്നുകാലി വളർത്തലാണ് തെക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇറ്റ് സ്റ്റാൻഡ്സ് 4th in size. Mount Aconcagua is the highest peak. River Amazon with the largest share of freshwater flows through South America. The dense forests of the Amazon River basin are rich in diverse plant and animal life. Piranha is a dangerous fish found in the river Amazon. Cattle rearing is an important occupation of the people of South America. Tapioca, the favorite food of Keralites, originated in South America. വടക്കേ അമേരിക്കയെക്കുറിച്ചും തെക്കേ അമേരിക്കയെക്കുറിച്ചുമുള്ള അടിസ്ഥാന വിവരങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.